അങ്ങനെ ആ സമയത്ത് രാത്രി മുഴുവനും അധ്വാനിച്ച് ക്ഷീണിച്ചതിന്റെ പേരിൽ ഉച്ചയ്ക്ക് ഉറങ്ങാൻ വേണ്ടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരുങ്ങുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. മാ തുരീദു അൻ തസ്നഅ യാ അബതി, ഉപ്പാ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഒരുങ്ങുന്നത്? ഉപ്പ പറഞ്ഞു, ഐ ബുനൈ, പൊന്നുമോനെ, അഖീലു, ഞാൻ കുറച്ച് ഉറങ്ങട്ടെ, ഞാൻ ഉച്ചയുറക്കത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. മകൻ ചോദിച്ചു, അത്തഖീം വലാ തറുദ്ദുൽ മവാലിമ ഇലാ അഹ്ലിഹാ, രാജ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പൂർണ്ണമായി ഉത്തരവാദിത്തം നിർവഹിക്കാതെ നിങ്ങൾ ഉറങ്ങുകയോ? നിങ്ങൾ 20ഓളം സാമ്രാജ്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവിടുത്തെ പ്രജകളുടെ, ഇവരുടെ ജനങ്ങളുടെ ക്ഷേമാശ്ചര്യങ്ങൾ അന്വേഷിക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ നിങ്ങൾ ഉറങ്ങുകയാണോ? അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ കൊച്ചുമോനോട്, തന്റെ പൊന്നുമോനോട് പറയുന്നത്, ഐ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി സഹർതുൽ ബാരിഹ ഫീ അംരി അമ്മിക സുലൈമാൻ, ഞാൻ നിന്റെ അളാപ്പയായ, നിന്റെ അമ്മാവനായ സുലൈമാൻ എന്ന് പറയുന്ന നിന്റെ അമ്മാവന് വേണ്ടി, അമ്മാവന്റെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇന്നലെ രാത്രി ഞാൻ ഒരു പോള കണ്ണടച്ചിട്ടില്ല മോനെ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങാതെ നിന്റെ അമ്മാവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ ദുഹാ സമയമായി, ഇനി ദുഹർ നിസ്കാരം വരെ ഞാൻ കിടന്നുറങ്ങട്ടെ. ദുഹർ നിസ്കാരം കഴിഞ്ഞാൽ ആർക്കൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടോ അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തോളാം, അവരുടെ ആവശ്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമകനോട്, തന്റെ കൊച്ചുമകനോട് പറഞ്ഞപ്പോഴാണ് മഹാനായ അമീറുൽ മുഅ്മിനീനെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ചോദ്യം ആ പൊന്നുമോൻ ചോദിച്ചത്. യാ അമീറുൽ മുഅ്മിനീൻ, ഇന്ന് നിങ്ങൾ എന്റെ ഉപ്പയല്ല, നിങ്ങൾ 20ഓളം സാമ്രാജ്യങ്ങളുടെ അധിപനാണ്, 20ഓളം സാമ്രാജ്യങ്ങളുടെ നേതാവാണ്, നിങ്ങൾ അമീറാണ്, രാജാവാണ്, ഖലീഫയാണ്. ആ നിങ്ങൾ മിൻ ഐന ലക അൻ തഈശ ഇല ളുഹർ, ളുഹർ വരെ നിങ്ങൾ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ആരാണ് ഉറപ്പ് തന്നത്? ഇപ്പോൾ ദുഹാ സമയമാണ്, നിങ്ങൾ പറഞ്ഞത് ളുഹർ വരെ ഞാൻ കിടന്നുറങ്ങി, ഇനി ളുഹർ വരെ നിങ്ങൾ നിസ്കരിക്കുമെന്ന്, നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് ആരാണ് ഉറപ്പ് തന്നത്? അതിനു മുമ്പ് നിങ്ങൾ മരിച്ചു പോയാലോ എന്ന ഒരു ചോദ്യം ആ കൊച്ചുമോൻ ഉപ്പയോട് ചോദിക്കുകയാണ്. അടുത്ത് ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഫ്ലാറ്റിലേക്ക് മംഗലാപുരത്ത് ഞാൻ പോയിരുന്നു. അവിടെ ആ ഫ്ലാറ്റിൽ ഒരു സൈക്കിൾ ഉണ്ട്, നമ്മുടെ BMW കാർ, അതിന്റെ സൈക്കിളാണ്. നമ്മളൊക്കെ രാവിലെ ജോഗിങ്ങിന് വേണ്ടി ഒരു 7,000 രൂപ 12,000 രൂപയൊക്കെ വാങ്ങിച്ച് രാവിലെ സൈക്കിൾ ഓടിക്കുന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു സൈക്കിളിന്റെ വില അന്വേഷിച്ചപ്പോ 75,000 രൂപയാണ്. വീടിനകത്ത് കളിക്കുന്ന ഒരു സൈക്കിളാണ്, 75,000 രൂപയാണ് ആ ഒരു സൈക്കിളിന്റെ വില. എന്നിട്ട് നമ്മുടെ സുഹൃത്താണ് നിസാർ എന്ന് പറയുന്ന എന്റെ മഹല്ലിലെ ഒരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു വ്യവസായിയാണ്. മംഗലാപുരത്തും ഗൾഫിലൊക്കെ ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള നല്ലൊരു വ്യവസായിയാണ്. അപ്പോ ആ സഹോദരനോട് പറഞ്ഞു, ഞാനിത് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഞാൻ എന്റെ വണ്ടി BMW അത് സർവീസിന് വേണ്ടി ഷോറൂമിൽ പോയതാണ്. അപ്പൊ അവിടെ ഒരു സൈക്കിൾ ഉണ്ടായി, ഈ സൈക്കിൾ അവിടെ ഉണ്ടായ സൈക്കിളാണ്. അപ്പൊ എന്റെ മകൻ എന്നോട് പറഞ്ഞു, ഉപ്പ ആ സൈക്കിൾ എനിക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ആ സൈക്കിളോ? അതിന് വലിയ വിലയുണ്ട്, അതിന് ഏകദേശം 50,000 1 ലക്ഷത്തോളം വിലയുണ്ട് എന്ന് ഞാൻ എന്റെ മകനോട് പറഞ്ഞപ്പോ മകൻ ചോദിച്ചു, അതെന്താ ഉപ്പ അങ്ങനെ? നിങ്ങൾക്ക് BMW കാർ ഉപയോഗിക്കാം, എനിക്ക് BMW സൈക്കിൾ ഉപയോഗിച്ചുകൂടെ? പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല, ഞാനത് വാങ്ങിച്ചു കൊടുത്തു. മക്കളുടെ ചില ചോദ്യങ്ങൾ അങ്ങനെ, മക്കൾ ചില സ്ട്രൈക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കും. അതേ സുഹൃത്ത് ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു പരിപാടി. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോ വരുന്ന വഴിയിൽ കാണാനിടയായി. ഇന്നൊരു വിഷയം പറഞ്ഞു, തന്റെ കൊച്ചുമോൾ അതേപോലെ മറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾ മൊബൈൽ എടുത്ത് കളിക്കുമ്പോ ഞാൻ എപ്പോഴും അവരെന്ത് ചെയ്യും, റേഡിയേഷനൊക്കെ പ്രശ്നമായതുകൊണ്ട് അവരെ നിയന്ത്രിക്കാറുണ്ട്, മൊബൈൽ തുടരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിയന്ത്രിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും എന്റെ കൊച്ചുമകൾ 2 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, ആ മകളെ ഞാൻ നിയന്ത്രിക്കുമ്പോൾ
ഇരിക്കുമ്പോ ഒരു ദിവസം എന്നോട് ചോദിച്ചു, 24 മണിക്കൂറും വാട്സപ്പിലും ഫേസ്ബുക്കിലും കളിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ മൊബൈൽ ഫോണിൽ കളിക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താ കളിച്ചാൽ? ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മക്കൾ നമ്മോട് ചോദിക്കും. അത് ആ ചോദ്യം വരാതിരിക്കാൻ നമ്മൾ ആദ്യം മാതൃകാ യോഗ്യരായ രക്ഷിതാക്കളായി മാറണം. അവിടുത്തെ ആ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മൾ മാതൃകാ യോഗ്യരായിരിക്കണം. ഉമ്മയും ഉപ്പയും. നമ്മൾ മൊബൈൽ ഫോണിൽ 24 മണിക്കൂറും കളിച്ചും അതിന്റെ സോഷ്യൽ മീഡിയകളിലും നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ നമ്മൾക്കൊരു അവകാശവുമില്ല. ഉമ്മമാർ 24 മണിക്കൂർ മൊബൈലിലാണ്, അത് മക്കൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം. 24 hours ടിവിയുടെ മുമ്പിലാണ്, മക്കൾ സിനിമ കാണുമ്പോൾ പ്രശ്നമാണ്. ഉമ്മമാർ കൃത്യമായി നിസ്കരിക്കാറില്ല, മക്കൾ നിസ്കരിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് ആദ്യം മനസ്സിലാക്കണം. എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മുടെ മക്കൾ ചെയ്യുക. നമ്മുടെ ഉപദേശങ്ങൾ എല്ലാവരും കേൾക്കുന്നത് അവരുടെ ചെവി ഉപയോഗിക്കുന്നതിനേക്കാളും അവരുപയോഗിക്കുന്നത് അവരുടെ കണ്ണാണ്. ആ കണ്ണിലൂടെ ഉപ്പ എന്ത് ചെയ്യുന്നു, ഉമ്മ എന്ത് ചെയ്യുന്നു, ഓരോ ചലനങ്ങളും അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണോ ഉപ്പ, എന്താണോ ഉമ്മ, അതാണ് മക്കളായി മാറുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മളൊരു റോൾ മോഡലായി മാറണം. നമ്മുടെ മക്കൾക്ക് ഉപദേശിക്കാൻ പേടി തോന്നുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. നമ്മുടെ ഭാഗത്ത് ന്യൂനതകളും നമ്മുടെ ഭാഗത്ത് വീഴ്ചകളും വരാൻ പാടില്ല. മക്കൾ പല ചോദ്യങ്ങളും തിരിച്ച് നമ്മളോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള ഓരോ നീക്കുപോക്കുകളും. പഴയ കാലമല്ല, 21ാം നൂറ്റാണ്ടാണ്. ഇത് ആ ഒരു ഡാർക്ക് ഏജ് അല്ല എന്ന ഒരു ബോധം കൂടി നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു നമ്മയൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് തന്റെ കൊച്ചുമോൻ ചോദിക്കുന്നത്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ ഉപ്പാ, ഉപ്പാ എന്നെ വിളിക്കുന്നത് മുഅ്മിനീങ്ങളുടെ അമീർ, മുഅ്മിനീങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഖലീഫയല്ല നിങ്ങൾ. മിൻ ഐന ലക അൻ തഈശ ഇലൽ ളുഹ്രി, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ളുഹ്ർ നിസ്കാരം വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? അതിനു മുമ്പ് മരിച്ചു പോയാലോ? മാ മിൻ അബ്ദിൻ യസ്തറഇഹില്ലാഹ്, അല്ലാഹു തആല ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി, അല്ലാഹു ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകി, അത് നിറവേറ്റാതെ ഒരാൾ മരിച്ചു പോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വളരെ പേടിക്കേണ്ട ഹദീസാണത്. ഉമ്മമാരും ഉപ്പമാരും രക്ഷിതാക്കളും കമ്മിറ്റി ഭാരവാഹികളും ഉസ്താദുമാരും എല്ലാ ആളുകളും ഒരുപാട് ഭയക്കേണ്ട ഹദീസാണത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ഭരണാധികാരികൾ, എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പമാരോട് ചോദ്യമുണ്ട്, ഉമ്മമാരോട് ചോദ്യമുണ്ട്, ഉസ്താദുമാരോടുണ്ട്, കമ്മിറ്റി ഭാരവാഹികളോടുണ്ട്, അധ്യാപകരോടുണ്ട്, എല്ലാ ആളുകളോടും അല്ലാഹു അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദിക്കും. എന്തെങ്കിലും ഒരു വീഴ്ച വന്നു പോയാൽ, എന്തെങ്കിലും ഒരു അപാകത വന്നു പോയാൽ, എന്തെങ്കിലും ഒരു ന്യൂനത വന്നു പോയാൽ അവർക്ക് സ്വർഗ്ഗം ഹറാമാണെന്നാണ്. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ചോദിച്ചു വാങ്ങുന്നവർ, സെക്രട്ടറി സ്ഥാനങ്ങൾ, പ്രസിഡന്റ് സ്ഥാനങ്ങൾ, കമ്മിറ്റിയിൽ അംഗമാവാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകൾ, വല്ല ന്യൂനതയും നമ്മളിൽ നിന്ന് വന്നു പോയാൽ നാളെ നമ്മുടെ അമൽ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഉത്തരവാദിത്ത ബോധമുള്ള ആളുകൾ, ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ ഈ ഒരു ഹദീസ് എന്നും ഓർത്തു വെക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. മകൻ ചോദിച്ചപ്പോ ഉപ്പ് പേടിപ്പിച്ചില്ല. നീ ആരാണെന്ന് ചോദിക്കാൻ? നമ്മളങ്ങനെയല്ല പറയാം. ചെറിയ കുട്ടികളോട് എന്തെങ്കിലും വല്ലതും ചോദിക്കുമ്പോ അവരെ അടക്കി ഭരിക്കാനാണ് നമ്മുടെ താല്പര്യം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മഹാന്മാരായ സ്വഹാബാക്കൾ നമ്മോട് പഠിപ്പിക്കുന്നത് ലാഇബ് ഇബ്നക സബഅൻ,
നമ്മുടെ മക്കൾ ചില കാര്യങ്ങൾ നമ്മോട് ചോദിക്കും. അപ്പൊ അടക്കി ഭരിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം, രക്ഷിതാക്കൾക്ക് കഴിയണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാന്മാരായ സ്വഹാബാക്കൾ അലി തങ്ങളാണോ ഉമർ തങ്ങളാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് 7 വയസ്സ് വരെ കളിച്ച് ജീവിക്കണമെന്ന്. അവർ 7 വയസ്സിന് മുമ്പ് ഞാൻ നിങ്ങളെ കിക്ക് ചെയ്യുമെന്നും ഞാൻ നിങ്ങളെ ഷൂട്ട് ചെയ്യുമെന്നും ഞാൻ നിങ്ങളെ അടിക്കുമെന്നൊക്കെ പറയും. ഇത്രയും കുട്ടികളാ. അത് കണ്ടിട്ട് നീ ആരാന്ന് പറയാനെന്ന് പറഞ്ഞിട്ട് അവരെ അടിക്കാനും അവരെ വിഷയപ്പെടുത്താനും പോകരുത്. അവർ മാന്യമായി കളിച്ചവരുടെ കൂടെ ചെലവഴിക്കുക. 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതബ് പഠിപ്പിക്കേണ്ട സമയമാണ്, മര്യാദ പഠിപ്പിക്കേണ്ട സമയമാണ്. 7 വയസ്സ് വരെ അവരോട് കളിക്കണം. ഒരാൾക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനോട് പെരുമാറേണ്ടത് കുഞ്ഞുങ്ങളെ പോലെയാണ്, കുട്ടികളെ പോലെ അഭിനയിച്ച് പെരുമാറണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കുട്ടികളോട് തിരിച്ച് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. അവര് ചെറിയ പ്രായമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. തിന്മകൾ നമ്മൾ ന്യായീകരിക്കരുത്. ഉപ്പ ചെയ്യുന്ന തെറ്റ് ഒരുപക്ഷെ മക്കൾ ചോദ്യം ചെയ്തേക്കാം. ഉപ്പ എന്റെ പള്ളിയിൽ പോകാത്തതെന്ന് ചോദിച്ചേക്കാം, ഉമ്മ എന്റെ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചേക്കാം. ആ സമയങ്ങളിൽ ഇല്ലാത്ത നുണകൾ പറഞ്ഞ് മക്കളെ പറ്റിക്കരുത്. അതാണ് പിന്നെ മക്കൾ പഠിക്കുന്നത്, അതാണ് മക്കളുടെ സ്വഭാവമായി മാറുന്നത്. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ പൊന്നുമോനോട് പറഞ്ഞു, ഉദ്നു മിന്നീ, ഇങ്ങോട്ട് വാ മോനെ, ഇങ്ങോട്ട് വാ മോനെ. ഫദനാ മിൻഹു, ഉപ്പയുടെ അടുത്തേക്ക് പോയി ആ മകൻ. ഫഖബ്ബല ബൈന ഐനൈഹി, തന്റെ പൊന്നുമോന്റെ നെറ്റിത്തടത്തിൽ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചുംബിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. അഖ്റജ മിൻ ളഹരി, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തന്നുവല്ലോ റബ്ബേ. മയ്യുഈനുനി അലാ ദീനി, ദീനിയായ കാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് തന്ന റബ്ബേ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് ആ പൊന്നുമോന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുകയാണ് ആ പിതാവ് ചെയ്തത്. നമ്മളോ മക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്, മക്കളെ ഞെട്ടിക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അൽഹംദുലില്ലാഹ്, തിന്മ കാണുമ്പോൾ തിരുത്തുന്ന ഒരു മകൻ എനിക്കുണ്ടായല്ലോ, തെറ്റ് കാണുമ്പോൾ തിരുത്തുന്ന ഒരു ഉപ്പ എനിക്കുണ്ടല്ലോ, ഉമ്മ എനിക്കുണ്ടല്ലോ. തിന്മകൾ കാണുമ്പോൾ, തോന്നിവാസങ്ങൾ കാണുമ്പോ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഉസ്താദ് എനിക്കുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. ഈ ഒരു സ്വഭാവമാണ് നമ്മൾക്ക് വേണ്ടത്. തെറ്റ് തിരുത്തുന്ന ആളുകളെ ദേഷ്യപ്പെടുകയോ അവരോട് മോശമായി പെരുമാറുകയോ അവർക്ക് കൊട്ടേഷൻ ഇടുകയോ അല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചില ആളുകളുണ്ട്, എന്തെങ്കിലും ചില തിന്മകൾ കാണുമ്പോ അത് ഉണർത്തിയാൽ അതിന്റെ പേരിൽ വൈരാഗ്യം വെക്കുന്നവർ, അതിന്റെ പേരിൽ പക വെക്കുന്നവർ, അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ. അത് മുസ്ലിമിന് പറ്റിയതല്ല. കുന്തും ഖൈറ ഉമ്മ, അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞുവല്ലോ, കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും നല്ല സമുദായമാണ്. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, സമുദായങ്ങളിൽ ഏറ്റവും നല്ല ഉത്തമ സമുദായത്തിന്റെ ഉദാത്ത മാതൃകളായി മാറാൻ ചില ഡിമാൻഡുകളുണ്ട് എന്ന് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണ് ആ ഡിമാൻഡ്? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. നന്മ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കണം, നന്മ ചെയ്യാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മ ചെയ്യരുത്, തിന്മ കാണുമ്പോൾ അത് തടയാൻ വേണ്ടി കൈകോർക്കേണ്ട ആളുകളാണ് നമ്മൾ. എന്നാലേ ഉത്തമ സമുദായമായി അള്ളാഹു നമ്മളെ എണ്ണുകയുള്ളൂ. ഇല്ലെങ്കിൽ അള്ളാഹു തആല നീചന്മാരിൽ നിന്യന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു തആല ബനൂ ഇസ്രായേലിലെ ആലിമീങ്ങളെ ശപിച്ചത്, അവിടെയുള്ള സത്യനിഷേധികളെ ശപിച്ചത്, അള്ളാഹുവിന്റെ ശാപമുണ്ടായത് തെറ്റ് കാണുമ്പോൾ തിരുത്താത്തത് കാരണത്താലാണ്. തെറ്റ് കാണുമ്പോൾ കണ്ണടച്ച് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ഉസ്താദുമാർ, ന്യായീകരിക്കുന്ന ആലിമീങ്ങൾ, എന്തെങ്കിലും അവരുടെ കൈകളിൽ നിന്ന് ലഭിക്കാൻ വേണ്ടി, എന്തെങ്കിലും
മുതലാളിമാരുടെയോ കമ്മിറ്റി ഭാരവാഹികളുടെയോ ഭാഗത്ത് തെറ്റ് കാണുമ്പോ ജോലി പേടിച്ച് അവർക്കെതിരെ ശബ്ദിക്കാത്ത ആളുകൾ സമുദായത്തിന് അപമാനമാണവർ, സമുദായത്തിന് ശാപമാണവർ, അള്ളാഹുവിന്റെ ശാപം ലഭിക്കാൻ കാരണമാകുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് നമ്മെ. ആലിമീങ്ങൾ തിരുത്താനുള്ളവരാണ്. ഉമറാക്കളുടെ ഭാഗത്ത്, കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്ത്, ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും നാട്ടുകാരുടെ ഭാഗത്ത്, പ്രമാണിമാരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോ അവരെ കണ്ണടച്ച് അത് ന്യായീകരിക്കാൻ നിൽക്കരുത്. തെറ്റ് തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇടം നമ്മൾക്കുണ്ടാവണം. അതിന് ആരെയും പേടിക്കേണ്ടതില്ല, ഒരാളെയും ഭയക്കേണ്ടതില്ല. അല്ലാഹുവിനെ നമ്മൾ പേടിച്ചാൽ എല്ലാവരും അവനെ പേടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തിനാ മറ്റുള്ള ആളുകളെ പേടിക്കേണ്ട ആവശ്യം? ഒരു ആവശ്യമില്ല. കമ്മിറ്റി ഭാരവാഹികളല്ല ജോലി തരുന്നത്, കമ്മിറ്റി ഭാരവാഹികളല്ല സാലറി തരുന്നത്, റിസ്ക് തരുന്നത്, ഭക്ഷണം തരുന്നത് നാട്ടുകാരല്ല. അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹബീബ് ഒരു ഹദീസിലൂടെ, ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നബിതങ്ങൾ പറയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മുടെ ചെറുക്കട എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാരുള്ള നാടാണ്. എവിടെ പോയി നമ്മുടെ ചെറുപ്പക്കാരൊക്കെ? നമ്മുടെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ, റബീഉൽ അവ്വലിന്റെ 12 കടന്നു വരുമ്പോ തോരണങ്ങൾ അണിയിക്കാൻ നമ്മൾ തയ്യാറാണ്, സന്നദ്ധരാണ്. എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും വാഹനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഉറക്കൊഴിച്ചുകൊണ്ട് തോരണങ്ങളും അലങ്കാരങ്ങളും അണിയിക്കുന്ന ആളുകളെ കാണാറുണ്ട്. പക്ഷേ അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർക്കെതിരെ വ്യക്തമായ ഉത്തരം പറയാൻ പറ്റുമോ? അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ നീ? അന്ന് രാവിലത്തെ ഇശാ നീ നിസ്കരിച്ചിട്ടുണ്ടോ? അന്ന് മഗ്രിബ് നീ നിസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്ത് സ്നേഹമാണ് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? തഅസിൽ ഇലാഹ വഅൻത തുദ്ഹിറു ഹുബ്ബഹു ലകാല ഉംരി ഫിൽ മഖാൽ ശമീഉ ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. അസീസ് കമാലിയ അല്ലെ, ഗൾഫിൽ നിന്ന് വന്നത് നമ്മുടെ റബീഉൽ അവ്വലിന് വേണ്ടിയായിരിക്കും. അതുപോലെ കുറെ ആളുകൾ എല്ലാ റബീഉൽ അവ്വലാകുമ്പോ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് വരാറുണ്ട്. എന്തിനു വരുന്നു? ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ്, നബിതങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് ഇങ്ങോട്ട് കടന്നു വരുന്നത്. നല്ലതാണ്. ആ ചെലവഴിച്ച ടിക്കറ്റിന് വരെ അല്ലാഹു പ്രതിഫലം തരും. 10,000 രൂപ, 6,000 രൂപ, 8,000 രൂപയൊക്കെ ചെലവഴിച്ചിട്ട് നാട്ടിലേക്ക് റബീഉൽ അവ്വൽ 12-ന് ചെറുപ്പക്കാരുടെ കൂടെ, നാട്ടുകാരുടെ കൂടെ പ്രവാചകന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ വന്നതിന്റെ ആ ഒരു തുക നാളെ ആഖിറത്തിൽ ഉപകരിക്കുമെന്നതിൽ സംശയമില്ല. പക്ഷേ നീ വന്നത് നബിതങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനെന്ന് നിന്റെ വാക്കിലൂടെ പറഞ്ഞാൽ പോലെ, നിന്റെ വാക്കിലൂടെ, നിന്റെ വേഷവിധാനത്തിലൂടെ പറഞ്ഞാൽ പോലെ. നീ ഹബീബിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, ഹബീബ് പറഞ്ഞത് അനുസരിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ ഹെയർ സ്റ്റൈൽ അത് ഹബീബ് പഠിപ്പിച്ച ഹെയർ സ്റ്റൈൽ ആവൂലേ? നിന്റെ വേഷവിധാനങ്ങൾ, നിന്റെ കുപ്പായങ്ങൾ, നിന്റെ ചെറുപ്പുകൾ, നിന്റെ ഡ്രസ്സുകൾ എല്ലാം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെയാവൂലേ? ഹബീബിനെ ധിക്കരിച്ച് ഹബീബ് പറഞ്ഞതിന്റെ വിപരീതം പ്രവർത്തിച്ച് എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ റബീഉൽ അവ്വൽ 12 നമ്മൾ ആഘോഷിക്കുന്നത്? എന്ത് സ്നേഹമാണ് അതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്? ഹബീബിന്റെ കോപമല്ലേ നമ്മൾ അതിലൂടെ സമ്പാദിക്കുന്നത്? റബീഉൽ അവ്വൽ 12 ആണെന്നും പറഞ്ഞ് കള്ളും കുടിച്ച്, കഞ്ചാവടിച്ച്, രാത്രി ഉറങ്ങാതെ തോരണങ്ങൾ അർപ്പിച്ച്, രാവിലെ പുത്തനുടുപ്പുകൾ ധരിച്ച്, വലിയ വലിയ വാഹനങ്ങൾ ഗൾഫിൽ നിന്നൊക്കെ ഇറക്കി അതിന്റെ നമ്പർ പ്ലേറ്റുകളൊക്കെ മാറ്റി, അറബിയിലുള്ള നമ്പർ പ്ലേറ്റുകൾ ഉണ്ടാക്കി, അതിന്റെ സൈലൻസറുകൾ മാറ്റി, അതിലൂടെ പരിസ്ഥിതിയെ മലിനീകരിക്കുന്ന രീതിയിൽ, പരിസ്ഥിതിയെ മലിനമാക്കുന്ന രീതിയിൽ നമ്മൾ പുകകൾ വിസർജിച്ച്, ശബ്ദമുണ്ടാക്കി,
നാട്ടുകാരെ വിഷമിപ്പിച്ച് അന്യമതസ്ഥരായ ആളുകളെ അവർക്ക് നമ്മോട് വെറുപ്പുണ്ടാക്കി എന്ത് സ്നേഹമാണ് നമ്മൾക്ക് പ്രകടിപ്പിക്കാനുള്ളത്? ഇതാണോ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച സ്നേഹം? ഇതാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന സ്നേഹം? ഇതാണോ? കാസർഗോട്ടുകാർക്ക് ഇതിൽ അല്പം ആവേശം കൂടുതലാണ്, വേണ്ട എന്നല്ല. മറ്റുള്ള ജില്ലകളിൽ ഇല്ലാത്ത രീതിയിലുള്ള തോരണങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. വലിയ ആഘോഷമാണ് നമ്മൾക്ക്, എല്ലാം ഖൈർ തന്നെ. പക്ഷേ അനിസ്ലാമികമായിട്ടുള്ള ആഘോഷം നമ്മളിൽ ഉണ്ടാവരുത്. റാലിയിൽ പോകുന്ന ചെറുപ്പക്കാരൻ, രാത്രി തോരണമണിയിക്കുന്ന ചെറുപ്പക്കാരന്റെ ഹെയർ സ്റ്റൈൽ ക്രോപ്പ് ചെയ്ത ഹെയർ സ്റ്റൈൽ ആവാൻ പാടില്ല. എന്നാൽ ഉറക്കൊഴിക്കുന്നതിന് പകരം അവന് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്നതാണ് നല്ലത്. ഹറാമായ ഹെയർ സ്റ്റൈൽ, നബി തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഹെയർ സ്റ്റൈൽ, നബി തങ്ങൾ ദേഷ്യപ്പെട്ട ഹെയർ സ്റ്റൈൽ ഹറാമാണെന്ന് പരിശുദ്ധ ദീൻ പഠിപ്പിച്ച മുടിയുടെ രീതി. ഈ ഒരു രീതിയുമായി എന്ത് സ്നേഹമാണ് നിനക്ക് പ്രകടിപ്പിക്കാനുള്ളത്? നിന്റെ പാൻസുകൾ മുട്ടിന് മുകളിൽ കീറിപ്പറഞ്ഞ പാൻസുകൾ ധരിക്കുന്ന ചെറുപ്പക്കാരെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, വളരെ വിഷമം തോന്നാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്? നിസ്കാരമില്ല എന്ന് ഞാൻ പറയൂല. ചെറുപ്പക്കാർക്ക് ഇന്ന് നിസ്കാരമുണ്ട്, ജമാഅത്തിന് പോകുന്നവരുണ്ട്, പള്ളിയിലേക്ക് പോകുന്നവരുണ്ട്, നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനെ ചില പോരായ്മകൾ നമ്മുടെ ചെറുപ്പക്കാരിൽ കാണാറുണ്ട്. മുട്ടിന് മുകളിൽ കീറിപ്പറഞ്ഞ പാൻസ് എന്തിനാണ് ധരിക്കുന്നത്? ഔറത്ത് മറയാതെ നിസ്കരിച്ചാൽ എങ്ങനെയാണ് നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് എനിക്ക് വളരെ സ്നേഹത്തിൽ പറയാനുള്ളത്, നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ, ആത്മാർത്ഥമായി നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഹബീബ് പറഞ്ഞതുപോലെ അനുസരിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ കണ്ണ് നിയന്ത്രിക്കാൻ നീ തയ്യാറാവൂലേ? നിന്റെ വേഷവിധാനങ്ങൾ, ഒരു റാലി, ഒരു ജാഥ, അത് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ 2 ജാഥയാണ് കഅബയിലേക്ക് പുറപ്പെട്ടത്. 2 റാലി, നമ്മുടെ നബിദിന റാലികൾ പോലെ 2 റാലിയാണ് അല്ലാഹുവിന്റെ ഹബീബ് സജ്ജീകരിച്ചത്. ആദ്യത്തെ റാലിയിൽ മഹാനായ ഉമർ തങ്ങളാണ് മുമ്പിലുള്ളത്. രണ്ടാമത്തെ റാലിയിൽ മഹാനായ ഹംസത്തുൽ കർറാർ, ഇസ്ലാമിക ചരിത്രത്തിലെ ധീരശൂര പരാക്രമികളായ അജയ്യരായ നേതാക്കന്മാരാണ് മഹാനായ ഉമർ തങ്ങളും ഹംസത്തുൽ കർറാറും. 2 പേരെയും മുന്നിൽ നിർത്തി ശത്രുക്കളെ ഒന്ന് വിരട്ടാൻ വേണ്ടി, ഇത് ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങളുടെ കൂടെ ഹംസയുണ്ട്, ഞങ്ങളുടെ കൂടെ ഉമറുണ്ട്, ഞങ്ങളോട് കളിക്കരുത്, ഞങ്ങളെ പീഡിപ്പിക്കാൻ വരരുത്, ഞങ്ങളെ ദ്രോഹിക്കാൻ വരരുത് എന്ന ഡിമാൻഡിൽ ആ ഒരു നിർദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തുടങ്ങി വെച്ച റാലിയാണ്. ആ ഒരു ആവേശമാണ് നമ്മൾ നബിദിനത്തിൽ തുടങ്ങുന്നത്, നബിദിനത്തിൽ ചെയ്യുന്നത്. പക്ഷേ അനിസ്ലാമികമായ ഒന്നും നമ്മുടെ റാലിയിൽ ഉണ്ടാവാൻ പാടില്ല. നിന്ന് വെള്ളം കുടിക്കരുത്, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് വളരെ വ്യക്തമായ ഹദീസുകളിൽ കാണാം. ആ നമ്മളാണ് നബിദിനത്തിൽ റാലിയായി വരിവരിയായി അണിയണിയായി പോകുന്ന ആളുകൾക്ക് നിന്നിട്ട് വെള്ളം കുടിക്കാൻ നൽകുന്നത്. എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുക? പച്ചയ്ക്ക് ഹബീബിനെ എതിർക്കലല്ലേ അത്? പച്ചയ്ക്ക്, വളരെ പച്ചയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ധിക്കാരമല്ലേ അത്? നിന്ന് വെള്ളം കുടിക്കരുതെന്നല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്? ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ? അതേപോലെ ഭക്ഷണത്തിന്റെ അവസ്ഥയും അത് തന്നെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ എന്റെ ചെറുപ്പക്കാരോട്, നബിദിനത്തിൽ ഒരുപാട് നമ്മുടെ വാഹനങ്ങൾ അലങ്കരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ ചെയ്തോളൂ, ഹബീബിനോടുള്ള സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ആ വാഹനം കൊണ്ട് ഒരു യാത്രക്കാരനും ദ്രോഹം ഉണ്ടാവാൻ പാടില്ല. നിന്റെ വഴിയിലൂടെ നീ ഹോണടിച്ച് നിന്റെ പുക വിസർജിച്ചിട്ട് ശബ്ദമുണ്ടാക്കി പോകുമ്പോ ഒരു മുസ്ലിമിനോ ഒരു അമുസ്ലിമിനോ അതുമൂലം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ആളുകളെ ദ്രോഹിക്കുന്ന രീതിയിൽ, പരിസ്ഥിതിയെ മലിനീകരിക്കുന്ന രീതിയിൽ നീ നിന്റെ വാഹനം ക്രമീകരിച്ചാൽ അത് അല്ലാഹുവിന്റെ പൊരുത്തമുള്ള റാലിയല്ല. നീ തൽക്കാലം ആ റാലി നിർത്തിവെച്ച് നിന്റെ വീട്ടിൽ ഇരിക്കലാണ് നിനക്ക് നല്ലത്. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രീതിപ്പെടുത്താൻ അത് കാരണമാവൂല. ഹബീബിന്റെ കോപം, ഹബീബിന്റെ ശാപം അതുവഴി ഏറ്റുവാങ്ങുമെന്നതിൽ സംശയമില്ല. വഴിയിലൂടെ പോകുന്ന ആളുകൾക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ റാലിയും നബിദിന റാലിയും ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങൾ പറഞ്ഞത്, വഴിയിലൊരു കല്ല് കണ്ടാൽ, വഴിയിലൊരു മുള്ള് കണ്ടാൽ അതിനെ നീക്കണമെന്നല്ലേ പഠിപ്പിച്ചത്? അത് ഈമാനിന്റെ ഭാഗമെന്നല്ലേ പഠിപ്പിച്ചത്? മഹാന്മാരായ സഹാബാക്കൾ റോഡിന്റെ സൈഡിൽ ഇരിക്കുമായിരുന്നു, വഴിയരികിൽ ഇരിക്കുമായിരുന്നു. നമ്മുടെ ചെറുപ്പക്കാര് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നത് പോലെ, ചില കട്ടകളിൽ ഇരിക്കുന്നത് പോലെ, ഇലക്ട്രിക് പോസ്റ്റുകൾ അതിനെ കുറുകെ വെച്ച് അതിന്റെ മുകളിൽ ഇരുന്ന് ചെറുപ്പക്കാർ സറ പറയുന്നത് പോലെ മഹാന്മാരായ സഹാബാക്കൾ വഴിയുടെ അരികിൽ ഇരിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വഴിയിൽ ഇരിക്കാൻ പാടില്ല, വഴിയിൽ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ വഴിയിൽ ഇരിക്കാൻ പാടില്ല. അപ്പോഴാണ് മഹാന്മാരായ സഹാബാക്കൾ ഇയ്യാകും വൽ ജുലൂസ് അല തുറുഖാത്ത്, വഴികളിൽ നിങ്ങൾ ഇരിക്കല്ലേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പോഴാണ് സഹാബാക്കൾ പറഞ്ഞത്, മാലനാ ബുദ്ദുൻ, നബിയേ ഞങ്ങൾക്ക് ഇത് ഒഴിവാക്കാൻ പറ്റൂല നബിയേ, ഞങ്ങൾക്ക് ഇത് അത്യാവശ്യമാണ് നബിയേ, ഇത് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റൂല നബിയേ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇന്നമാ ഹിയ മജാലിസുനാ നതഹദ്ദസു ഫീഹാ, നബിയേ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുശലാന്വേഷണങ്ങൾ നടത്താറുണ്ട്, ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കഥ പറയാറുണ്ട്, ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ തമാശ പങ്കിടാറുണ്ട് നബിയേ, ഇത് ഒഴിവാക്കാൻ നബിയേ അങ്ങ് പറയരുത്, അങ്ങ് ഞങ്ങളെ ഇത് ഒഴിവാക്കാൻ നിർബന്ധിക്കരുത് നബിയേ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഫഇദാ അബൈതും ഇല്ലൽ മജാലിസ, നിങ്ങൾക്ക് ഇരിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാളെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കുമ്പോ ഹബീബിന്റെ ഈ ഹദീസാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. നബി തങ്ങൾ ഇരിക്കരുതെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് സ്വറ പറയാൻ നല്ല രസമാണെന്ന്. നബി തങ്ങൾ ഒരിക്കലും ഇരിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞതിനെ ധിക്കരിക്കാൻ നിങ്ങൾ ആരാ? അതല്ല നമ്മൾ ചോദിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ആ വഴിക്ക് ചില അവകാശങ്ങളുണ്ട്, ആ റോഡിന് ചില അവകാശങ്ങളുണ്ട്, ആ അവകാശങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ വഴിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന് സ്വഹാബാക്കൾ ചോദിച്ചു. വമാ ഹഖ്ഖു ത്വരീഖി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്താണ് വഴിയുടെ അവകാശം? വഴികൾക്ക് എന്ത് അവകാശമാണുള്ളത്? വഴികൾക്ക് എന്ത് ബാധ്യതയാണ് നബിയെ ഉള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി, ചെറുപ്പക്കാരാ ജീവിതത്തിൽ പകർത്തണേ. വഴിയിലിരിക്കാൻ വേണ്ടി പോകുന്നവർ, റോഡ് സൈഡിലേക്ക് പോകുന്നവർ ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ബസ് സ്റ്റാൻഡുകളിൽ ഇരിക്കുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എന്തിനാണ് പോകുന്നതെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ആരൊക്കെയാണ് പോകുന്നതെന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറയുകയാണ്, വഴിയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവിടെ പോകുന്ന എല്ലാ പെണ്ണുങ്ങളെയും നിങ്ങൾ സെൻസർ ചെയ്യരുത്. അവിടെ പോകുന്ന പെണ്ണുങ്ങളുടെ വായ നോക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ നിർബന്ധമായും നിയന്ത്രിച്ചിരിക്കണം. അത് വഴിയാണ്, പൊതുവഴിയാണത്. അതിലൂടെ പലരും കടന്നു പോകും. സ്കൂളിലെ വിദ്യാർത്ഥിനികൾ, പല ആളുകൾ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നവർ, എന്തെങ്കിലും കച്ചവടം ചെയ്യാൻ വല്ലതും വാങ്ങാൻ വേണ്ടി പോകുന്ന ആളുകൾ, ആണുങ്ങളുണ്ടാകും പെണ്ണുങ്ങളുണ്ടാകും. അവരെ നോക്കാൻ പാടില്ല. നിങ്ങളുടെ കണ്ണ് നിങ്ങൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അവിടെ ഇരുന്നിട്ട് പോകുന്ന വഴി പോകൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്, കമന്റ് അടിക്കരുത്, നമ്പറുകൾ കൈമാറരുത്, അവരെ നിങ്ങൾ ശല്യം ചെയ്യരുത്, പൂവാരന്മാരായി നിങ്ങൾ മാറരുത്. എത്ര മനോഹരമായിട്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് ഈ ഒരു ഹദീസ് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതല്ലേ ഇന്ന് സംഭവിക്കുന്നത്? ബൈക്കിലൂടെ, കാറിലൂടെ, ബുള്ളറ്റ് എടുത്ത്, കാറെടുത്ത് റോഡിന്റെ സൈഡിലേക്ക്, കോളേജിന്റെ സൈഡിലേക്ക്, അതിന്റെ വരാന്തകളിലേക്ക് റോന്ത് ചുറ്റുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, വഖഫുൽ അദാ, നിന്റെ വാക്ക് കാരണം മറ്റൊരാൾക്ക് വേദന ഉണ്ടാവാൻ പാടില്ല. ഒച്ചപ്പാടുണ്ടാക്കരുത്. ഒരുപക്ഷേ മറ്റുള്ള ആളുകൾ അവിടെ ഉണ്ടാകാം, അവർക്ക് നിന്റെ ശബ്ദമോ നിന്റെ സാന്നിധ്യമോ അവർക്കൊരു ദ്രോഹം ചെയ്യാൻ പാടില്ല. അവിടേക്ക് വന്ന് ആരെങ്കിലും സലാം പറഞ്ഞാൽ സലാം അടക്കണം, സലാം അടക്കാതിരിക്കരുത്. ആരെങ്കിലും അവിടേക്ക് വന്നാൽ അവര് സലാം പറയുകയാണെങ്കിൽ സലാം അടക്കണം.
മഅറൂഫി വനഹിയുൻ അനിൽ മുൻകർ. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യണം. അവിടെ ഇരിക്കുകയാണ്, വല്ല തെറ്റും കാണുമ്പോ ചെയ്യരുത്, അത് തെറ്റാണ്, അത് പാപമാണ്, അത് മഹാപാതകമാണെന്ന് പറയാനുള്ള സങ്കൂറ്റം നിങ്ങൾക്കുണ്ടാവണം. തെറ്റ് കാണുമ്പോൾ നിരുത്സാഹപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയണം. നന്മ പ്രോത്സാഹിപ്പിക്കുകയും വേണം. വഴിയിലിരുന്നിട്ട്, ബസ് സ്റ്റാൻഡിലിരുന്നിട്ട് ഇല്ലാത്ത വ്യഭിചാരങ്ങളുടെ കഥകൾ പറയരുത് ചെറുപ്പക്കാരാ. സിനിമയുടെ കഥകൾ പറയരുത്. സിനിമക്ക് പോയത്, തിയേറ്ററുകളിൽ കയറിയത്, പ്രണയിച്ചത്, ചാറ്റ് ചെയ്തത്, ചീറ്റ് ചെയ്തത്, ഈ കഥകൾ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് പരസ്പരം ഷെയർ ചെയ്യരുത്. അല്ലാഹുവിന് ഇഷ്ടമുള്ള വിഷയമല്ലായത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ജഹ്റ ബിസ്സൂ. തിന്മകളെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. തെറ്റ് ചെയ്യുന്നതേ ഇഷ്ടമല്ല. എന്നല്ലേ തെറ്റ് ചെയ്യുന്നത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ ഒരു പൊതു ശൈലിയാണ്, ചെറുപ്പക്കാരുടെ ഒരു വികാരമാണ്. ഒരു തെറ്റ് ചെയ്ത് അത് ആഘോഷിക്കും. വളരെ വിഷമമുണ്ട്. ഒരു കാര്യം പറയും, കഴിഞ്ഞ നിബിധനത്തിനാണെന്ന് തോന്നുന്നുണ്ട്, നമ്മുടെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ത്രീയുടെ കൂടെ നമ്മുടെ ചെറുപ്പക്കാർ സെൽഫി എടുത്ത്, എന്നിട്ട് സെൽഫി എടുത്തത് തെറ്റാണ്. അവരും അവരുടെ റബ്ബുമായി ഇടപെടുന്ന വിഷയമാണ്. പക്ഷേ അത് സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്യപ്പെടലോടുകൂടി അള്ളാഹുവിന്റെ കോപത്തിന്റെ ഇരയായി, അള്ളാഹുവിന്റെ ദേഷ്യത്തിന്റെ ഇരയായി മാറി. ഒരു തെറ്റ് ചെയ്തു, വ്യഭിചാരമാണ്, ഒരു തെറ്റ് ചെയ്തു, അത് സോഷ്യൽ മീഡിയകളിലൂടെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തു. വ്യഭിചാരം അല്ലാഹു മാപ്പ് നൽകാത്ത ദോഷം. അല്ലാഹു തആല മഹാന്മാരായ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. കുല്ലു ഉമ്മത്തി മുആഫാ. എന്റെ സമുദായത്തിന് ഞാൻ മാപ്പ് കൊടുക്കും, എല്ലാവർക്കും മാപ്പ് കൊടുക്കും. അറബിക്കടലിലെ തിരമാലകൾ കണക്കെ തെറ്റ് ചെയ്താലും ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ സമീപത്തേക്ക് തൗബ ചെയ്തു വന്നാൽ മർഹബൻ ബിസ്സായിബീൻ, നിന്റെ തൗബ സ്വീകരിച്ച് അല്ലാഹു നിനക്ക് മാപ്പ് നൽകാൻ തയ്യാറാണ്. ഭൂമി നിറയെ തിന്മകളുടെ കൂമ്പാരങ്ങളുമായി അല്ലാഹുവിന്റെ ഹബീബ് റബ്ബിനെ നീ സമീപിച്ചാൽ ആകാശം നിറയെ പാപമോചനവുമായി, അഫുവുമായി, മാപ്പുമായി അല്ലാഹു നിന്നിലേക്ക് കടന്നു വരും. പക്ഷേ ചില പാപങ്ങൾക്ക് അല്ലാഹു മാപ്പ് തരൂല. ഏതാണ് ആ പാപങ്ങൾ? ഏതാണ് ആ കുറ്റങ്ങൾ? കുല്ലു ഉമ്മത്തി മുആഫാ. എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ ചില ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഏതാണ് ആ വിഭാഗം? ഇല്ലൽ മുജാഹിദീൻ, ഇല്ലൽ മുജാഹിദീൻ. തിന്മകൾ പരസ്യമാക്കുന്ന ആളുകൾ. ഒരു തെറ്റു ചെയ്താൽ അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ. പണ്ടത്തെ പോലെയല്ലല്ലോ, പഴയ പോലെയല്ലല്ലോ ഇന്നത്തെ അവസ്ഥ. ഒരു കാര്യം മറ്റൊരാളോട് പറഞ്ഞാൽ മാക്സിമം ഒരു 100 ആളുകളിലേക്ക് എത്തിയേക്കാം. പക്ഷേ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കപ്പെടലോടുകൂടെ അത് ലോകത്തിന്റെ മുഖമൂലകളിലേക്ക് എത്തുകയാണ്. നീ ഡിലീറ്റ് ചെയ്താലും നിനക്കത് മായ്ച്ചു കളയാൻ പറ്റൂല. നീ അത് എത്ര ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിന്റെ കൈകളിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ പോയത് തന്നെയാണ്. ഓരോ ആളുകൾ ആ ഒരു ഹറാമ് കാണുമ്പോ അതിന്റെ ഓരോഹരി നിന്റെ വീട്ടിലേക്കാണ് വരുന്നത്. ഓരോ ആളുകൾ ആ ഒരു തിന്മ കാണുമ്പോ, പെണ്ണിന്റെ ഫോട്ടോയാണ് നീ അപ്ലോഡ് ചെയ്തതെങ്കിൽ പെണ്ണിനെ കാണാൻ ഹറാമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ആ ഒരു ഹറാം എത്ര ആളുകളാണോ കാണുന്നത്, എത്ര ആളുകളാണോ അത് ലൈക്ക് ചെയ്യുന്നത്, എത്ര ആളുകളാണോ ഷെയർ ചെയ്യുന്നത്, ഓരോ ഷെയറുകളും 5000 ആളുകളിലേക്കാണ് എത്തിക്കുന്നത്. നീ ഒരു ഹറാമായ വീഡിയോ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അപ്ലോഡ് ചെയ്താൽ നീ അപ്ലോഡ് ചെയ്യലോടുകൂടി നിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അത് കാലാകാലം ഏതുവരെ, ഖിയാമത്ത് നാൾ വരെ നിന്റെ ഖബറിലേക്ക് അനിയന്ത്രിതമായി നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ നിന്റെ ഖബറിലേക്ക് നിരന്തരമായി വരുന്ന തിന്മയായി ആ വീഡിയോകളും ആ മെസ്സേജുകളും മാറുകയാണ്. നീ ഓർത്തിട്ടുണ്ടോ ഈ അത്ഭുതത്തെ കുറിച്ച്? നീ ഓർത്തിട്ടുണ്ടോ ഈ അപകടത്തെ കുറിച്ച്? ഒന്നും അറിയാതെ കാര്യങ്ങളിൽ ഇടപെടരുത് ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിനക്കറിയാത്തത് നീ ചെയ്യരുത്. അറിയാത്ത വിഷയങ്ങളിൽ ഏർപ്പെടരുത്. പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കാൻ നീ ശ്രമിക്കണം. ഇത് തമാശയല്ല, ഇത് കളിയല്ല, ഇത് ദീനിന്റെ കാര്യമാണ്, ആഖിറത്തിന്റെ കാര്യമാണിത്. ഒരു ഹറാമായ ഒരു വീഡിയോ, അത് എന്തുമാവട്ടെ, ഞാൻ സിനിമയാവട്ടെ, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ വീഡിയോകളാവട്ടെ, അല്ലെങ്കിൽ ഒരു ഹറാമായ ഫോട്ടോ, കാണാൻ പാടില്ലാത്ത പ്രചരിപ്പിക്കാൻ
ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു ഫോട്ടോ. എന്താണ് തെറ്റ് എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താണ് തെറ്റ് എന്ന് പറഞ്ഞാൽ, തെറ്റ് അതിന്റെ ഡെഫിനിഷൻ എന്താ തെറ്റെന്ന് പറഞ്ഞാൽ ഇനി ചോദിക്കാൻ നിൽക്കേണ്ടത് തെറ്റാണോ ഇത് തെറ്റാണോ ചോദിക്കാൻ നിൽക്കേണ്ട. തെറ്റ് നിങ്ങൾക്ക് ഡീഫോൾട്ട് സെറ്റിംഗിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് തെറ്റ്. ആരും പറഞ്ഞു തരണ്ട. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ഡെഫിനിഷൻ നൽകുന്നുണ്ട്, പര്യായം നൽകുന്നുണ്ട്. എന്താണ് പര്യായം? അൽ ഇസ്മു, തെറ്റെന്ന് പറയുന്നത് മാ ഹാക ഫീ സദ്രിക, അത് ചെയ്താൽ നിന്റെ ഹൃദയത്തിൽ ഒരു ചൊറിച്ചിലുണ്ടാകും, ഒരു അസ്വസ്ഥതയുണ്ടാകും. വന്നു പോയല്ലോ, ചെയ്തു പോയല്ലോ. وكرهت أن يطلع عليه الناس. ഉമ്മ കാണുമോ, ഉപ്പ കാണുമോ, അനുജന്മാരിൽ കാണുമോ, ജ്യേഷ്ഠന്മാരിൽ കാണുമോ, ചങ്ങാതിമാരിൽ കാണുമോ? അതുകൊണ്ടല്ലേ പല മൊബൈൽ ഫോണുകളും ലോക്ക് ചെയ്യപ്പെടുന്നത്, പല വാട്സ്ആപ്പ് ചാറ്റിങ്ങുകളും ലോക്ക് ചെയ്യപ്പെടുന്നത്, പല ഗാലറികളും ലോക്ക് ചെയ്യപ്പെടുന്നത്. ഉമ്മ കണ്ടാലോ, അനുജൻ കണ്ടാലോ, ഉപ്പ കണ്ടാലോ തെറ്റാ. അങ്ങനെ ഒരു പേടി നിനക്കുണ്ടെങ്കിൽ നീ ചെയ്യുന്ന ഏത് തെറ്റാവട്ടെ, പെണ്ണുങ്ങളെ, ചെറുപ്പക്കാരികളെ ഞാൻ പറയട്ടെ, ആരാരും കാണാതെ, ഉമ്മ കാണാതെ, വീടിന്റെ ഏതെങ്കിലും ഒരു മുറിക്കകത്ത് നിന്ന് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് ടെക്സ്റ്റുകൾ കൈമാറുന്നത്, ജനങ്ങൾ കാണുന്നത് പേടിച്ചത് കൊണ്ടാണല്ലോ നീ വളരെ രഹസ്യമായി ചെയ്യുന്നത്. അത് തെറ്റാണ്. ജനങ്ങൾ കാണുന്നതിനെ പേടിക്കുന്നുണ്ടോ? അതെല്ലാം തെറ്റ് തന്നെയാണ്. ചില ആളുകൾ, ഞാൻ പറയട്ടെ, ചില ആളുകൾ നോട്ടീസിൽ പേര് വരാത്തതിന്റെ പേരിൽ, പത്രങ്ങളിൽ ഫോട്ടോ വരാത്തതിന്റെ പേരിൽ ഓഫീസുകളിൽ വിളിച്ച് രക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഇപ്പോ നോട്ടീസൊക്കെ വലിയ പത്രങ്ങളെ പോലെ ഇറക്കേണ്ട കാലമാണ്. ഒരാളെ പേരിട്ടില്ലെങ്കിൽ അയാൾ പരിപാടിയിൽ സഹകരിക്കില്ല. എന്റെ പേരിട്ടില്ല, ഇനി ഞാൻ സഹകരിക്കില്ല. കമ്മിറ്റി മാറിയാ പിന്നെ പള്ളിയായിട്ടൊരു ബന്ധമില്ല. സെക്രട്ടറി ആക്കുമ്പോ സജീവമാണ്, സെക്രട്ടറിന്ന് പുറത്താക്കിയാലോ പിന്നെ പള്ളിയായിട്ടൊരു ബന്ധമില്ല. പിന്നെ പള്ളിയിൽ എന്ത് വികസനം നടന്നാലും അതിന് 5 പൈസ കൊടുക്കൂല. അനുഭവമുള്ളത് കൊണ്ട് പറയാം. വലിയൊരു പ്രശ്നം നടന്നപ്പോ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ പേടി. എന്തേ? പുറത്താക്കിയാൽ പൈസ കിട്ടൂലല്ലോ. അതല്ല ആത്മാർത്ഥത. അത് പേരിനും പ്രശസ്തിക്കും വേണ്ടി കൊടുത്തിട്ട് പണവും പ്രതാപവുമല്ല, പേരും പ്രശസ്തിയുമല്ല. ഇഖ്ലാസാണ് പ്രധാനം. അല്ലാഹുവിന്റെ തവക്കുലാക്കി, അല്ലാഹുവിനെ ബലമേൽപ്പിച്ച് ഇഖ്ലാസിന്റെ അസ്ഥിവാരമിട്ട ഒരു വിഷയങ്ങളും ഒരിക്കലും തകരുകയില്ല, ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാതെ പ്രയാസപ്പെടേണ്ടി വരില്ല. അതുകൊണ്ട് പേരിനും പ്രശസ്തിക്കും വേണ്ടി കളിക്കുന്ന ആളുകൾ, രഹസ്യമായി ഫോൺ ചെയ്യുന്ന ആളുകൾ, ഫോട്ടോകൾ നൽകാൻ വേണ്ടി, പേര് നൽകാൻ വേണ്ടി ഉത്തരദേശം പോലെയുള്ള ചില പത്രങ്ങളുടെ ഓഫീസുകളിൽ വിളിക്കുന്ന ആളുകളുണ്ട്. എന്തോ ഒരു മോശമാണത്. ഇതൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്? സാമൂഹിക പ്രവർത്തകരിൽ നിന്ന്, ഉമറാക്കളിൽ നിന്ന്, ഉലമാക്കളിൽ നിന്ന് വരേണ്ട സ്വഭാവമാണോ ഇത്? ഇത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുന്നത്? നോട്ടീസിൽ പേജിട്ടില്ലെങ്കിൽ പരിപാടിയുമായി സഹകരിക്കാത്ത ആളുകൾ കുറ്റകളഞ്ഞേക്ക്. എന്തിനാണ് അങ്ങനെയുള്ള ആളുകൾ? എന്തിനാണ്? എന്തുപകാരമാണ് അവരെ കൊണ്ട് സമുദായത്തിനുണ്ടാവുന്നത്? പറഞ്ഞു വന്നത്, എന്റെ ചെറുപ്പക്കാരാ, നമ്മളൊരു കാര്യം ചെയ്താൽ അത് തെറ്റാണെന്ന് നമ്മൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. എന്റെ ഹൃദയത്തിൽ ഒരു അസ്വസ്ഥതയുണ്ടാകും തെറ്റ് ചെയ്താൽ. സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലൊരു അസ്വസ്ഥത, സീരിയൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലൊരു അസ്വസ്ഥത, തിയേറ്ററിൽ പോയാൽ മനസ്സിലൊരു അസ്വസ്ഥത, കളവ് പറഞ്ഞാലും അസ്വസ്ഥത. ജനങ്ങൾ കാണുമോ, ഉമ്മ കാണുമോ, ഉപ്പ കാണുമോ എന്ന പേടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, കുല്ലു ഉമ്മത്തി മുആഫാ, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ മാപ്പ് നൽകുമ്പോ ചില ആളുകൾക്ക് തീരെ മാപ്പ് നൽകൂല ഞാൻ. അല്ലാഹു പറഞ്ഞതെന്താ? ഫൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ
പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. ഒരു തെറ്റ് ചെയ്താൽ അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ട, സംഘടനയിൽ നിന്ന് പുറത്താക്കണ്ട. ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അയാളെ ബഹിഷ്കരിക്കണ്ട. ആർക്കാണ് ഇവിടെ തെറ്റ് വരാത്തത്? ആരുടെ ഭാഗത്താണ് തിന്മകൾ വരാത്തത്? മനുഷ്യൻ റബ്ബല്ലല്ലോ, മനുഷ്യൻ പ്രവാചകനല്ലല്ലോ. അവസാനമായി ഒരു തെറ്റുപോലും ചെയ്യാത്ത ഒരാൾ, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകൾ ആരാണ് ഇവിടെയുള്ളത്? ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റ് ചെയ്യാത്ത ആളുകൾ ആരാണ് ഇവിടെയുള്ളത്? അവസാനത്തെ മഅസൂം, തെറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വേറെ ഒരാളും തിന്മകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരാളുമില്ല. തെറ്റുകൾ വന്നേക്കാം, പറയുന്ന ഉസ്താദുമാർ തെറ്റുകൾ വന്നേക്കാം, പള്ളിയുടെ ഖത്തീബുമാര്, മഹല്ലിന്റെ സെക്രട്ടറി, പ്രസിഡന്റ്, ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ നേതൃസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് വീഴ്ചകൾ വന്നേക്കാം. മാപ്പ് നൽകണം, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ചെറിയൊരു തെറ്റിന്റെ പേരിൽ പൂർണ്ണമായിട്ടും അയാളെ ബഹിഷ്കരിക്കുക. ആരാണ് പഠിപ്പിച്ചു തന്നത്? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കുക. ആരാണിത് പഠിപ്പിച്ചു തന്നത്? ഇതാണോ ഇസ്ലാമിന്റെ സംസ്കാരം? ഇതാണോ പരിശുദ്ധതയും പഠിപ്പിച്ചത്? ഇതാണോ ഖുർആൻ പഠിപ്പിച്ചത്? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ തെറ്റ് ചെയ്തിട്ടില്ല, ഒരു ആരോപണം ഉന്നയിച്ചു. ബദറിൽ പങ്കെടുത്ത ഒരു സഹാബിയായ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആരോപണം ഉന്നയിച്ചതല്ല. മുനാഫിഖീങ്ങൾ വ്യഭിചാര ആരോപണം ഉന്നയിച്ചപ്പോ മനസ്സിൽ അവരുടെ കൂടെ കൂടിപ്പോയി. ആരുടെ കൂടെ? മുനാഫിഖീങ്ങളുടെ കൂടെ കൂടിപ്പോയി. സിദ്ദീഖ് തങ്ങളുടെ ചെലവിലാണ് മഹാനായ മിസ്തഹ് റളിയല്ലാഹു അൻഹു കഴിയുന്നത്. രാവിലത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം, എല്ലാ ചെലവും സിദ്ദീഖ് തങ്ങളുടെ കൈകളിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളുടെ ചെലവിൽ ജീവിച്ച് സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോ അതിൽ ചെറിയൊരു പങ്കാളിയായി. അവസാനം ആയിഷ ബീവി നിരപരാധിയാണെന്നുള്ള ആയത്തിറങ്ങിയപ്പോ മഹാനായ സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്തു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവാണേ സത്യം, ഇനി മിസ്തഹിന് ഞാൻ 5 പൈസ കൊടുക്കൂല, ഇനി ഞാൻ മിസ്തഹിന് ചെലവിന് കൊടുക്കൂല, ഇനി ഞാൻ മിസ്തഹിന് യാതൊരു ശ്രദ്ധയും ഞാൻ മിസ്തഹിന് ശ്രദ്ധിക്കുകയില്ല എന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ സത്യം ചെയ്തപ്പോ അല്ലാഹു തആല ഒരു ആയത്തിറക്കുകയാണ്. നോക്കണം, ശ്രദ്ധിക്കണം. ഇവിടെ ചെറുപ്പക്കാരികൾ, സഹോദരിമാർ, നാട്ടുകാർ, മറാക്കൾ ശ്രദ്ധിക്കണം. അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ, സിദ്ദീഖ് തങ്ങളുടെ പുത്രിയായ ആയിഷ ബീവിക്കെതിരെ വ്യഭിചാര ആരോപണം ഉന്നയിച്ച മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ ഇനി ഞാൻ ചെലവിന് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തിറക്കുകയാണ്. വലാ യഅ്തലി ഉൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളിൽ നിന്ന് മാന്യന്മാരായ ആളുകൾ സത്യം ചെയ്യരുത്, വാശി പിടിക്കരുത്. എന്താണ് വാശി? അയാൾക്ക് ഞാൻ ചെലവ് കൊടുക്കൂല എന്ന്, അയാളെ ഞാൻ ഇനി തീരെ ശ്രദ്ധിക്കൂല എന്ന് സത്യം ചെയ്യല്ല. ഒന്ന് മാപ്പ് നൽകിക്കൂടെ? വിട്ടുവീഴ്ച ചെയ്തുകൂടെ? മനുഷ്യനല്ലേ, തെറ്റ് വരാമല്ലോ, വീഴ്ചകൾ വരാമല്ലോ. ഒന്ന് മാപ്പ് നൽകി, മാപ്പ് നൽകണം, വിട്ടുവീഴ്ച ചെയ്യണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നാളെ ആഖിറത്തിലെത്തിയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു തെറ്റും നമ്മൾ ചെയ്തിട്ടില്ല എന്ന്? ഒരു തെറ്റും നമ്മുടെ ഭാഗത്ത് വന്നിട്ടില്ല എന്ന് ഈ പറയുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടോ? സംഘടനയിൽ നിന്ന്, പാർട്ടികളിൽ നിന്നൊക്കെ പുറത്താക്കാൻ തന്റേടവും ആർജവവും കാണിക്കുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ ഭാഗത്തൊരു തെറ്റും വന്നിട്ടില്ല എന്ന്? എന്നിട്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു തെറ്റുമില്ലാതെയാണ് റബ്ബിനെ സമീപിക്കുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി ആ റബ്ബിന്റെ മുമ്പിൽ പോയി, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി അല്ലാഹു പറയാണ്, ലാ തസൂലു ഖദമ ഇബ്ന ആദം, നിങ്ങളുടെ കാൽപാദങ്ങളെ നിങ്ങൾക്ക് അനക്കാൻ പറ്റൂല. നിങ്ങളുടെ വയസ്സിനെ കുറിച്ച് ചോദിക്കാതെ നിങ്ങളുടെ ആയുസ്സിൽ ചെയ്ത ഓരോ നീക്കുപോക്കുകളും അല്ലാഹുവിന് അറിയണം. നന്മ അറിയണം, തിന്മ അറിയണം. നിങ്ങളുടെ യുവത്വത്തെ അറിയണം. നിങ്ങളുടെ യുവത്വത്തിൽ 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അല്ലാഹുവിന് അറിയണം. അതറിയാതെ നിങ്ങൾക്ക്
അനങ്ങാനും പറ്റൂല. നിങ്ങൾ സമ്പാദിച്ചതറിയണം എവിടെ നിന്ന്, ഹറാമിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്ന് റബ്ബിനറിയണം. ഹറാമായ ഒരു ദിർഹം നമ്മുടെ പോക്കറ്റിലുണ്ടായാൽ, നമ്മുടെ വരുമാനത്തിലുണ്ടായാൽ, അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷിപ്പിച്ചാൽ ആ മക്കളും നരകത്തിലാണ്, ആ ഭാര്യയും നരകത്തിലാണ്, നിങ്ങളും നരകത്തിലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് നർഷ്മന്റ് ലഭിച്ച, ഹറാമിൽ നിന്ന് പോഷണം ലഭിച്ച, ഹറാമിൽ നിന്ന് കൊടുത്ത എല്ലാ ശരീരവും നരകത്തിലേക്കുള്ളതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അറബികളുടെ ട്രോസൂര് വരുന്ന ആളുകൾ, കോടിക്കണക്കിന് രൂപകൾ പറ്റിക്കുന്നവർ, വഞ്ചിക്കുന്നവർ, തട്ടിപ്പ് നടത്തുന്നവർ, വഞ്ചന നടത്തുന്നവർ, എന്നിട്ടോ അതുകൊണ്ട് ഇവിടെ വലിയ ബിൽഡിങ്ങുകൾ വാങ്ങി, വലിയ വലിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, അതുകൊണ്ട് മക്കളെ തീറ്റിക്കുന്നവർ, അതുകൊണ്ട് ഭാര്യയെ തീറ്റിച്ചിട്ട് എന്ത് നേട്ടമാണ് നിങ്ങളിവിടെ കൊഴിയുന്നത്? ഒരുപക്ഷെ ദുനിയാവിൽ ആളുകൾക്കിടയിൽ അഹങ്കാരത്തോടെ നടക്കാൻ കഴിഞ്ഞേക്കാം. ആഖിറത്തിലെത്തിയാൽ കുടുംബസമേതം നരകത്തിലേക്കുള്ള വഴിയാണ് അല്ലാഹു തുറന്നു വെച്ചിട്ടുള്ളത്. എല്ലാ ശരീരവും, എല്ലാ മനുഷ്യരും ഹറാമത്തിനിട്ടാണ് വളർന്നതെങ്കിൽ അതിൽ എക്സ്ക്യൂസ് ഇല്ല, അതിൽ ഇളവില്ല, നരകത്തിൽ ഉറപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ സമ്പാദ്യങ്ങളിൽ ഹറാമ കലരരുത്. ഹറാമ കലർന്ന സമ്പാദ്യങ്ങൾ മക്കൾക്ക് നൽകിയാൽ മക്കൾ നന്നാവൂല, ഭാര്യയ്ക്ക് നൽകിയാൽ ഭാര്യ നന്നാവൂല. പിന്നെ എങ്ങനെയാണ് അവർ നന്നാവുന്നത്? ഖൈബർ യുദ്ധം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. വലിയൊരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. സഹാബാക്കൾ കൂടെയുണ്ട്, നബി തങ്ങളുടെ ഖാദിമായ ഒരു സഹാബി കൂടെയുണ്ട്. നബി തങ്ങളുടെ ഒട്ടകത്തിൽ നിന്ന് നബി തങ്ങളുടെ സാമഗ്രികൾ, നബി തങ്ങളുടെ ചരക്ക് എടുത്ത് താഴെ വെക്കുകയുണ്ടായി. അങ്ങനെ താഴെ വെക്കുമ്പോഴാണ് എവിടെ നിന്നോ ഒരു അസ്ത്രം ആ സ്വഹാബിയുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നത്. ആ ഒരു അസ്ത്രം ശരീരത്തിലേക്ക് കയറിയ ഉടനെ ആ സ്വഹാബി നിലത്ത് വീണ് മരിച്ചു പോവുകയാണ്. ഇത് കണ്ട മഹാന്മാരായ സ്വഹാബാക്കൾക്ക് സന്തോഷമായി. എന്തോരു ഭാഗ്യവാനാണ് അയാൾ, എന്തോരു ഭാഗ്യവാനാണ് അയാൾ, അയാൾക്ക് സ്വർഗം കിട്ടിയല്ലോ. കാരണം യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത്, യുദ്ധം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടില്ല. ഷഹീദിന്റെ പ്രതിഫലമല്ലേ അയാൾക്ക് ലഭിക്കുന്നത്. അതിനും പുറമെ ഹബീബിനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ അയാൾക്ക് യുദ്ധത്തിൽ നിന്ന് ഒരു ശത്രുവിന്റെ അമ്പേറ്റ് മരിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. എന്തോരു ഭാഗ്യവാനാണ് അയാൾ, എന്തോരു ഭാഗ്യവാനാണ് അയാൾ. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിച്ചില്ലേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഇയാൾ സ്വർഗത്തിലാണെന്ന്? നിങ്ങളോട് ആരാ പറഞ്ഞത്? നമ്മളാണോ ഇവിടെ സ്വർഗക്കാരെ തീരുമാനിക്കുന്നത്? സ്വർഗത്തിന് ഇവിടെ ചില ആളുകൾ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിന്നാൽ സ്വർഗം തരാമെന്ന് പറയുന്നവരുണ്ട്. എന്ത് ഉറപ്പാണ്? നമ്മൾ എങ്ങനെയാണ് ഒരാളെ സ്വർഗക്കാരനാക്കുന്നത്? നമ്മൾക്ക് സ്വർഗം നൽകാൻ പറ്റുമോ? നമ്മൾക്ക് സ്വർഗം നൽകാൻ പറ്റുമോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാൻ. അൻ അബീ ബക്ർ വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാൻ ദിൽ കറമി മൗലായ سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي